നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്തായിരുന്നു, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു പഠിച്ചത്. ഇനി അതിൻ്റെ ബാലൻസ് ക്ലാസ്സാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. എന്താണ്, നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഫോർ ദിസ് റീസൺ we refer to our expected utility is a weighted sum of some consumption function in each state എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് we refer to a utility function with a particular form described here as an expected utility function. നമ്മൾ ഇതിനു മുമ്പത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. or sometimes a von Neumann Morgenstern utility function. ന്യൂമാൻ മോർഗൻസ്റ്റൺ അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ എന്നൊക്കെ പറയുന്നത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി അനാലിസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ്, when we say that a consumer's preferences can be represented by an expected utility function. എന്താണ്, കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? that consumers preferences have the expected utility property. അപ്പോൾ ആ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസിന് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. we mean that we can choose a utility function that has the additive form described above. മേളിൽ നമ്മൾ പറഞ്ഞ ആ ഒരു അഡിറ്റീവ് ഫോമിലായിരിക്കും ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഉള്ളത്. of course we could also choose a different form. Any monotonic transformation of an expected utility function is a utility function that describes the same preferences. സെയിം പ്രിഫറൻസസിനെ സൂചിപ്പിക്കുന്ന അതാണെങ്കിൽ നമുക്കതിനെ monotonic transformation എന്ന് പറയാനായിട്ട് പറ്റും. but the additive form representation turns out to be especially convenient. ഇവിടെ additive ഫോമാണ് എസ്പെഷ്യലി കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. the consumers preferences are described by phi1 ln c1 plus phi2 ln c2. They will also be described by c1 phi1 c2 phi2, but the latter representation does not have the expected utility property while the former does the expected utility property. അതായത് ആദ്യം പറഞ്ഞതിനകത്ത് എന്താണ്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ആദ്യം പറഞ്ഞ ഫംഗ്ഷനിൽ phi1 ln c1 പ്ലസ് phi2 ln c2 എന്ന് പറയുന്നതിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ രണ്ടാമത് പറഞ്ഞതിനകത്ത് c1 റൈസ് ടു phi1 എന്നും c2 റൈസ് ടു phi2 എന്ന് പറയുന്നതിലും എന്തില്ല, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണമെങ്കിൽ അതിന് അഡിറ്റീവ് ഫോമിലായിരിക്കണം നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ സിറ്റുവേഷനും രണ്ടാമത്തെ സിറ്റുവേഷനും സംഭവിക്കുന്ന പ്രോബബിലിറ്റീസ് വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു, അതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ദ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ക്യാൻ ബി സബ്ജക്റ്റഡ് ടു സം കൈൻഡ്സ് ഓഫ് മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സം കൈൻഡ് ഓഫ് മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷനും അതിലുണ്ട്. ആൻഡ് സ്റ്റിൽ ഹാവ് ദ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി. അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടിയും അതിന് ഉണ്ട്. വി സേ ദാറ്റ് എ ഫംഗ്ഷൻ വി ഓഫ് യു ഇസ് എ പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ഇഫ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം. അപ്പോൾ വി ഓഫ് യു അതായത് ഫംഗ്ഷൻ ഓഫ് അതായത് നമ്മൾ പറയുന്ന യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആകണമെങ്കിൽ അതിനെ നമ്മൾ ഈ ഫോമിലായിരിക്കണം എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്. v of u is equal to au plus b where a greater than 0. അതായത് അതിന് ഒരു ലീനിയർ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. എ പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ സിംപ്ലി മീൻസ് മൾട്ടിപ്ലൈയിങ് ബൈ എ പോസിറ്റീവ് നമ്പർ ആൻഡ് ആഡിങ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു പോസിറ്റീവ് നമ്പർ അതിനോട് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൾട്ടിപ്ലൈയിങ് ബൈ എ പോസിറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പറുമായിട്ട് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ
എന്താണ് പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ സിംപ്ലി മീൻസ് മൾട്ടിപ്ലൈയിങ് ബൈ എ പോസിറ്റീവ് നമ്പർ ആൻഡ് ആഡിങ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ യുവിനെ നമ്മൾ എ എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു ബൈ എ ആഡിങ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. It turns out that if you subject an expected utility function to a positive affine transformation, it not only represents the same preferences. This is obvious since an affine transformation is just a special kind of monotonic transformation, but it also still has the expected utility property. Positive affine transformation എന്താണ്, it represents the it not only represents the same preferences, അതായത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് എന്താ മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്താണ് സെയിം പ്രിഫറൻസസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ സ്റ്റിൽ ഹാസ് ദ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി. Economists say that expected utility function is unique up to an affine transformation. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കുന്നത് എവിടെ വരെയാണ്, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും എന്താണോ സംഭവിക്കുന്നത് അതുവരെയാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ യുണീക്ക് ആയിരിക്കുന്നത്. അതായത് അതിന് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇത് യുണീക്ക് ആയിരിക്കുന്നത് അപ് ടു ആൻ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. This just means that you can apply an affine transformation to it and get another expected utility function that represents the same preferences. But any other kind of transformation will destroy the expected utility property. ഇതിനെ എന്താണ് പോസിറ്റീവ് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആക്കുന്ന ആ ഒരു പ്രോസസ്സിൽ മാത്രമേ ഉള്ള എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വൈ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഈസ് റീസണബിൾ. എന്തുകൊണ്ടാണ് ഇതൊരു റീസണബിൾ ആയിട്ടുള്ള തിയറി ആകുന്നത്? ദ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി റെപ്രസെൻറ്റേഷൻ ഈസ് എ കൺവീനിയൻറ്റ് വൺ, ബട്ട് ഈസ് ഇറ്റ് എ റീസണബിൾ വൺ. ഇതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പക്ഷേ ഇത് റീസണബിൾ ആണോ എന്നുള്ളതാണ്. Why would we think that preferences over uncertain choices would have the particular structure implied by the expected utility function? അതായത് എന്താണ് അൺസർട്ടൺ ചോയ്സസുമായിട്ട് ബന്ധപ്പെട്ട പ്രിഫറൻസസിന് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷനിലൂടെയാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആസ് ഇറ്റ് ടേൺസ് ഔട്ട് there are compelling reasons why expected utility is a reasonable objective for choice problems in the face of uncertainty. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി റീസണബിൾ ആകുന്നത്? റീസണബിൾ ഒബ്ജക്റ്റീവ് ഫോർ ചോയ്സ് പ്രോബ്ലംസ്, അൺസർട്ടനിറ്റി നേരിടുന്ന സിറ്റുവേഷൻസിന് ചോയ്സ് പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്തുകൊണ്ടാണ് റീസണബിൾ ആകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. The fact that, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് fact that outcomes of the random choice are consumption goods that will be consumed in different circumstances means that ultimately only one of those outcomes is actually going to occur. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷനിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റിയിലെ സിറ്റുവേഷനിൽ രണ്ട് കൺസംഷൻ സ്റ്റേറ്റും കൂടി ഒരുമിച്ച് നമുക്ക് പോസിബിൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ആക്ച്വലി ഗോയിങ് ടു ഒക്കർ, അതായത് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത്. യുവർ ഹൗസ് വിൽ ബേൺ ഡൗൺ ഓർ ഇറ്റ് വോണ്ട്. രണ്ട് സിറ്റുവേഷൻ. അപ്പോൾ അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷൻ രണ്ട് കൺസംഷൻ സ്റ്റേറ്റ്സ് പറയുമ്പോൾ
നമ്മുടെ വീടൊന്നില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സിറ്റുവേഷനിലൊക്കെ പറയുമ്പോൾ നമ്മുടെ വീടൊന്നില്ലെങ്കിൽ എന്താണ് കത്തിപ്പോകാം, അല്ലെങ്കിൽ അത് കത്തിപ്പോകാതിരിക്കുക. ഈ രണ്ട് സിറ്റുവേഷൻ, ഏതർ ഇറ്റ് വിൽ ബി എ റെയിനി ഡേ ഓർ എ സണ്ണി ഡേ. ഒന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു മഴയുള്ള ദിവസമാകാം, അല്ലെങ്കിൽ വെയിലുള്ള ദിവസമാകാം. അതുപോലെ ദ വേ വി ഹാവ് സെറ്റപ്പ് ദ ചോയ്സ് പ്രോബ്ലം മീൻസ് ദാറ്റ് ഓൺലി വൺ ഓഫ് ദ മെനി പോസിബിൾ ഔട്ട്കംസ് ഈസ് ഗോയിങ് ടു ഒക്കർ ആൻഡ് ഹെൻസ് ഓൺലി വൺ ഓഫ് ദ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻസ് വിൽ ആക്ച്വലി ബി റിയലൈസ്ഡ്. അപ്പോൾ ഏതെങ്കിലും പോസിബിൾ ഔട്ട്കംസിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒക്കർ ചെയ്യുന്നുള്ളൂ. അപ്പം ഹെൻസ് ഓൺലി വൺ ഓഫ് ദ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻസ്. അപ്പോൾ ഈ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൺസംഷൻ പ്ലാൻസിൽ ഏതാണ് ഒക്കർ ചെയ്യുന്നതെന്ന് നമുക്ക് റിയലായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ആണ് ഇതിനെ കണ്ടിൻജൻറ്റ് കൺസംഷൻ പ്ലാൻ എന്ന് വിളിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ ആക്ച്വലി റിയലൈസ് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. This turns out to have very interesting implications. Suppose you are considering purchasing fire insurance on your house for the coming year. അടുത്ത വർഷത്തേക്ക് നമ്മുടെ വീടിനൊരു ഫയർ ഇൻഷുറൻസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. In making this choice, you will be concerned about wealth in 3 situations. നമ്മൾ വെൽത്തിനെ 3 സിറ്റുവേഷനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ചോയ്സ് നടത്തുന്നു. അവിടെ പറയുന്നത് വെൽത്ത് നൗ C0, യുവർ വെൽത്ത് ഇഫ് യുവർ ഹൗസ് ബേൺസ് ഡൗൺ C1. അത് ഇപ്പോൾ എങ്ങനെയാണോ വെൽത്ത് അതിനെ C0 എന്നും, വെൽത്ത് ഇഫ് യുവർ ഹൗസ് ബേൺസ് ഡൗൺ തീ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് എന്താണ്, അതാണ് C1. ആൻഡ് യുവർ വെൽത്ത് ഇഫ് ഇറ്റ് ഡസിൻറ്റ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ വെൽത്ത് എന്താണ്. ഈ 3 സിറ്റുവേഷൻസാണ് നമ്മൾ പറയുന്നത്. വെൽത്തിനെ നമ്മൾ 3 സിറ്റുവേഷൻ, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, തീ പിടിച്ചാലുള്ള സിറ്റുവേഷൻ, തീ പിടിക്കാതിരിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ. ഓഫ് കോഴ്സ് വാട്ട് യു റിയലി കെയർ അബൌട്ട് യുവർ കൺസംഷൻ പോസിബിലിറ്റീസ് ഇൻ ഈച്ച് ഔട്ട്കം, ബട്ട് വി ആർ സിംപ്ലി യൂസിങ് വെൽത്ത് ആസ് എ പ്രോക്സി ഫോർ കൺസംഷൻ ഹിയർ. ഇവിടെ വെൽത്തിനെ നമ്മൾ കൺസംഷന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. കൺസംഷൻ സ്റ്റേറ്റിന് പകരമായിട്ട് C0, C1, C2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. Φ1 is the probability that your house burns down. അതായത് ഹൗസ് ബേൺ ഡൗൺ ചെയ്യുവാണെങ്കിൽ Φ1 ആണ് പ്രോബബിലിറ്റി. Φ2 എന്ന് പറയുന്നത് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഡസൻറ്റ്, അതായത് തീ പിടിച്ചില്ലെങ്കിലുള്ള പ്രോബബിലിറ്റി. ദെൻ യുവർ preferences over these 3 different consumptions can generally be represented by a utility function. ഇതിനെ നമ്മളൊരു യൂട്ടിലിറ്റി ഫംഗ്ഷനായിട്ട് പറയുന്നു. U of Φ1, Φ2, C0, C1, C2. Suppose that we are considering the trade-off between wealth now and one of the possible outcomes. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇപ്പോഴത്തെ വെൽത്തും ഇനി സംഭവിക്കാൻ പോകുന്ന C1, C2 എന്ന് പറയുന്ന ഏതെങ്കിലും പോസിബിൾ ഔട്ട്കവുമായിട്ട് നമ്മളതിനെ ട്രേഡ് ഓഫ് നടത്തുന്നു. അതായത് ഒന്ന് സംഭവിച്ചാൽ മറ്റൊന്നിന് എന്ത് സംഭവിക്കും. സേ ഹൗ മച്ച് ഓഫ് മണി വി വുഡ് ബി വില്ലിങ് ടു സാക്രിഫൈസ് നൗ ടു ഗെറ്റ് എ ലിറ്റിൽ മോർ മണി ഇഫ് ദ ഹൗസ് ബേൺസ് ഡൗൺ. അതായത് ഹൗസ് ബേൺ ഡൗൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ എന്തുമാത്രം മണി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ദെൻ ദിസ് ഡിസിഷൻ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹൗ മച്ച് കൺസംഷൻ യു വിൽ ഹാവ് in the other state of nature, how much wealth you will have if the house is not destroyed. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ, this decision should be independent of how much consumption you will have in the other state of nature. അതായത് ഈ ഡിസിഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേറ്റിൽ നമ്മുടെ കൺസംഷൻ എന്താണെന്നുള്ളതൊന്നും നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ഹൗ മച്ച് വെൽത്ത് യു വിൽ ഹാവ് ഇഫ് ദ ഹൗസ് ഈസ് നോട്ട് ഡിസ്ട്രോയിഡ്. ഹൗസ് ഡിസ്ട്രോയ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം വെൽത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതൊന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല ഈ ഡിസിഷനിൽ. ഫോർ ദ ഹൗസ് വിൽ എയ്തർ ബേൺ ഡൗൺ ഓർ ഇറ്റ് വോണ്ട്. ഒന്നില്ലെങ്കിൽ വീട് കത്തിപ്പോവോ അല്ലെങ്കിൽ ഇത് കത്തിപ്പോകത്തില്ല. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ടു ബേൺ ഡൗൺ ചെയ്യുവാണെങ്കിൽ then the value of extra wealth shouldn't depend on how much wealth you would have if didn't burn down.
വാല്യൂ ഓഫ് എക്സ്ട്രാ വെൽത്ത് ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ, അതായത് എക്സ്ട്രാ വെൽത്ത് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടരുത്, നമ്മുടെ വീട് ബേൺ ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്തുമാത്രം വെൽത്താണുള്ളത് അതുമായിട്ട് ബന്ധപ്പെടരുത്. ബൈഗോൺസ് ആർ ബൈഗോൺസ്, സോ വാട്ട് ഡസൻറ്റ് ഹാപ്പൻ ഷുഡിൻറ്റ് അഫക്റ്റ് ദ വാല്യൂ ഓഫ് കൺസംഷൻ ഇൻ ദ ഔട്ട്കം ദാറ്റ് ഡസ് ഹാപ്പൻ. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, കഴിഞ്ഞു പോയതിനെ നമ്മൾക്ക് കഴിഞ്ഞു പോയത് തന്നെയായിട്ടാണ് പരിഗണിക്കുന്നത്. സോ വാട്ട് ഡസൻറ്റ് ഹാപ്പൻ, എന്താണ് സംഭവിക്കാതിരുന്നത് എന്ന് പറയുന്നത് എന്താണ്, എന്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ദാറ്റ് ഷുഡിൻ അഫക്റ്റ് ദ വാല്യൂ ഓഫ് കൺസംഷൻ ഇൻ ദ ഔട്ട്കംസ് ദാറ്റ് ഡസ് ഹാപ്പൻ. അത് സംഭവിക്കുമായിരുന്നെങ്കിൽ എന്താണ് അഫക്റ്റ് എന്നുള്ളതിനെ അത് ബാധിക്കുന്നില്ല. നോട്ട് ദാറ്റ് ദിസ് ഈസ് ആൻ അസംഷൻ അബൌട്ട് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്. ഇതാണ് ഇൻഡിവിജ്വൽ പ്രിഫറൻസസുമായിട്ട് ബന്ധപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി വയലേറ്റഡ്, ഇത് വയലേറ്റ് ചെയ്യപ്പെടാം. വെൻ പീപ്പിൾ ആർ കൺസിഡറിങ് എ ചോയ്സ് ബിറ്റ്വീൻ ടു തിങ്സ്, ജനങ്ങൾ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് എ തേർഡ് തിങ് ദേ ഹാവ് ടിപ്പിക്കലി മാറ്റേഴ്സ്. അപ്പോൾ എന്താണ്, തേർഡ് തിങ്ങും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ദ ചോയ്സ് ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ മേ വെൽ ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ക്രീം you have, but this is because you consume coffee together with the cream. അതായത് ചോയ്സ് ബിറ്റ്വീൻ കോഫി ആൻഡ് ടീ മേ വെൽ ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ക്രീം യു ഹാവ്. അതായത് എന്താണ്, കോഫിയാണോ ടീ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നതിനുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മുടെ കയ്യിൽ എന്തുമാത്രം ക്രീം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച്. ബട്ട് ദിസ് ഈസ് ബിക്കോസ് യു കൺസ്യൂം കോഫി ടുഗദർ വിത്ത് ക്രീം. എന്താണ്, നമ്മൾ ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി എന്നങ്ങ് പറയുന്നത് അതിൻ്റെ എന്തുമാത്രം ഉണ്ടാകുന്നതിനനുസരിച്ചാണ് നമ്മൾ കോഫിയാണോ ടീ ആണോ ചൂസ് ചെയ്യുന്നതെന്ന് ആണ് പറയുന്നത്. ഇഫ് യു കൺസിഡേർഡ് എ ചോയ്സ് ബിറ്റ്വീൻ യുവർ റോൾഡ് where you rolled a die and got either coffee or tea or cream, then the amount of cream that you might get shouldn't affect your preferences between coffee and tea. Why? Because you are either getting one thing or the other. If you end up with the cream, the fact that you might have gotten the either coffee or tea is irrelevant. അപ്പോൾ എന്താണ്, ഇവിടെ പറയുന്നത് എന്താ, കോഫിയാണോ ടീ ആണോ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ഡിപ്പെൻഡ് ഓൺ ഹൗ മച്ച് ക്രീം യു ഹാവ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ബട്ട് ദിസ് ഈസ് ബിക്കോസ് യു കൺസ്യൂം കോഫി ടുഗദർ വിത്ത് ക്രീം. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഫി ക്രീമുമായിട്ട് യൂസ് ചെയ്തു. ഇഫ് യു കൺസിഡേർഡ് എ ചോയ്സ് വെയർ യു റോൾഡ് എ ഡൈ ആൻഡ് ഗോട്ട് എയ്തർ കോഫി ഓർ ടീ ഓർ ക്രീം, the amount of cream that you might get should not affect your preferences between coffee and tea. The amount of cream എന്ന് പറയുന്നത് ഒരിക്കലും കോഫിയും ടീയും തമ്മിൽ എന്താണ് കൺസ്യൂം ചെയ്യുന്നതിൽ നമ്മളെ അകറ്റി നിർത്തിയിട്ടില്ല. The fact that you might have gotten either coffee or tea is irrelevant. ഏതാണ് ഇറലവൻ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അതായത് ക്രീം എത്ര ഉണ്ടെങ്കിലും കോഫിയും ടീയും കോഫിയാണ് ടീ ആണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ക്രീമിൻ്റെ അളവിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ദസ് ഇൻ ചോയ്സ് ആൻഡ് അൺസർട്ടനിറ്റി ദർ ഇസ് എ നാച്ചുറൽ കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ദർ ഇസ് എ നാച്ചുറൽ കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ് അണ്ടർ ചോയ്സസ് അണ്ടർ അൺസർട്ടനിറ്റിയുടെ സിറ്റുവേഷനിൽ നാച്ചുറൽ കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഔട്ട്കംസ്. ഡിഫറെൻറ്റ് ഔട്ട്കംസ് തമ്മിലുള്ള ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. The choices that people plan to make in one state of nature should be independent from the choices that they plan to make in other states of nature. This assumption is known as the independent assumption. ഇതിനാണ് ഇൻഡിപെൻഡൻ്റ് അസംഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ചോയ്സസ് ദാറ്റ് പീപ്പിൾ പ്ലാൻ ടു മേക്ക് ഇൻ വൺ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ ചോയ്സ് ദാറ്റ് ദി
that they plan to make in other states of nature. ഇതിനെ നമ്മൾ ഇൻഡിപെൻഡൻസ് അസംഷൻ എന്ന് വിളിക്കുന്നു. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് the utility function for contingent consumption will take a very special structure. It has to be additive across the different contingent consumption bundles. അതായത് ഇൻഡിപെൻഡൻസ് അസംഷന് പറയുന്നത് ചോയ്സസ് ദാറ്റ് people plan to make in one state of nature should be independent from the choices that they plan to make in other states of nature. അതായത് എന്താണ്, ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിലെ പോലെ മറ്റേ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമുക്ക് ആകാനായിട്ട് സാധിക്കത്തില്ല. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഫോർ കണ്ടിൻജൻറ്റ് കൺസംഷൻ വിൽ ടേക്ക് എ വെരി സ്പെഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, കണ്ടിൻജൻറ്റ് കൺസംഷൻ utility function for contingent consumption will take a very special structure. And a special structure, and it has to be additive across the different contingent consumption bundles. ഇതിനെ നമുക്ക് ഡിഫറെൻറ്റ് കണ്ടിൻജൻറ്റ് കൺസംഷൻ ബണ്ടിൽസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കാനാണ് ആഡിറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. If C1, C2 and C3 are consumptions in different states of nature, different states of natureലെ കൺസംഷനെയാണ് നമ്മൾ C1, C2, C3 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. π1, π2, π3 എന്ന് പറയുന്നത് probabilities that these three different states of അപ്പോൾ എന്താണ്, ആഡിറ്റീവ് ഫംഗ്ഷനാണ് ഇതിന് ഉള്ളത്, ആഡിറ്റീവ് ഫോമാണ് ഉള്ളത്. ഇപ്പോൾ C1, C2, C3 എന്ന് പറഞ്ഞാൽ കൺസംഷൻസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ. π1, π2, π3 എന്ന് പറയുന്നത് പ്രോബബിലിറ്റീസ് ദാറ്റ് probability of a particular consumption state that is going to occur.